വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മി ലക്ഷ്മി. അപ്പൊ ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു. ചോദിച്ചിട്ടുണ്ടായത് നന്ദന എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയാണ്. ആൾ ചോദിച്ചിട്ടുണ്ടായത് ചേച്ചി ഡാർക്ക്നെസ്, ബാഡ് ഓർഡർ ആൻഡ് ഇറിറ്റേഷൻ ഓഫ് പ്രൈവറ്റ് പാർട്സ് ഒരു വീഡിയോ ചെയ്യുമെന്ന്. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബോഡി ഓർഡർ അല്ലെങ്കിൽ ബാഡ് ഓർഡർ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള റെമഡീസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ നമുക്ക് അധികം ലാഗ് അടുപ്പിക്കാതെ വീഡിയോയിലോട്ട് പോവാം. സോ മെയിൻ ആയിട്ട് നമുക്ക് 4 കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ബോഡി ഓർഡർ അല്ലെങ്കിൽ ബാഡ് ഓർഡർ ഉണ്ടാവുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. നമ്മൾ ഒത്തിരി സ്ട്രെസ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാര്, ഇല്ലെങ്കിൽ ചെറിയ കാര്യത്തിൽ പോലും ഭയങ്കരമായിട്ട് സ്ട്രെസ് ആവുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ബാഡ് ഓർഡർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സെക്കൻഡ്, ഫുഡ് ഇപ്പൊ നമ്മൾ കൂടുതൽ സൾഫർ കണ്ടന്റ് ഉള്ള ഫുഡാണ് കൂടുതലായിട്ട് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബാഡ് ഓർഡർ ഉണ്ടാകാനുള്ള ചാൻസ് അതിലും ഭയങ്കര കൂടുതലാണ്. പിന്നെ നമ്മുടെ ഡയറ്റ്, ഇപ്പൊ നമ്മൾ തോന്നുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്നു, തോന്നുന്നതൊക്കെ കഴിക്കുന്നു, ഫാസ്റ്റ് ഫുഡൊക്കെയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. അത് ഒരു അടുക്കും ചിട്ടയില്ലാതെ ഒക്കെ എന്തൊക്കെയോ വലിച്ചു വാരി തിന്നുന്നു. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡയറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബാഡ് ഓർഡർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇത് എക്സസീവ് ആയിട്ട് സ്വെറ്റ് വരുന്ന ഒരു കണ്ടീഷനാണ്. അതുപോലെ നമ്മുടെ ഈ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ലിവറിന് അസുഖമുള്ള ആൾക്കാര്, ഡയബറ്റീസ് ഉള്ള ആൾക്കാര്, ഇല്ലെങ്കിൽ കിഡ്നി ഇഷ്യൂ ഉള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒത്തിരി ആയിട്ട് സ്വെറ്റിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാർക്കും ഈ ബാഡ് ഓർഡർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ അത് പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഡെയിലി കുളിക്കുക എന്ന് പറയുന്നത് നമ്മൾ തല കഴുകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മൾ മേല് കഴുകും. ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ തല ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് വാഷ് ചെയ്യുന്നത്. പക്ഷെ എന്റെ ബോഡി ഞാൻ ഡെയിലി ഒരു ദിവസം പോലും മിസ്സാവാതെ കഴുകുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്ന ടൈമിലാണ് ഞാൻ കൂടുതലായിട്ട് എന്റെ ബോഡീനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നമുക്കിപ്പോ എന്തെങ്കിലും വന്ന് മണ്ടത്തരം വിളിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോ ഇതിൽ പറയുന്നതിൽ എന്തെങ്കിലും മണ്ടത്തരം കാണും. ഞാൻ എന്റെ മാക്സിമം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഒരു തെറ്റ് വരാതിരിക്കാനായിട്ട്. അപ്പൊ എന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് അത്യാവശ്യം ബോഡി ഓർഡർ ഉള്ള ഒരാളാണ്. എന്റെ അമ്മയും അനിയത്തിയൊക്കെ സ്ഥിരം പറയുന്ന കാര്യമുണ്ട്, നിന്നെ ഭയങ്കര സ്മെല്ലാണ്, പോയി കുളിക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. രാത്രിയിലായിരിക്കും ചിലപ്പോൾ കുളിക്കുന്നത്, രാവിലെ ഒന്നും മൈൻഡ് പോലും ചെയ്യാറില്ല. കാരണം ഞാൻ തിരിച്ചു ചോദിക്കും, ഞാൻ വീട്ടിലല്ലേ ഇരിക്കുന്നത്, അപ്പൊ ഞാൻ പുറത്തൊന്നും പോകണില്ലല്ലോ, അതുകൊണ്ട് പിന്നെ എനിക്ക് എപ്പോഴും മേലെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ബോധേഡ് ആയത്. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ഇൻസെക്യൂർ ആവുന്ന ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ അത് കുറച്ചുകൂടെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യാം, അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. കണ്ടുപിടിച്ചല്ല, ഞാൻ റിസർച്ചും ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേനും മനസ്സിലായ കാര്യമാണ്. നമ്മൾ ഡെയിലി നമ്മുടെ ബോഡി വാഷ് ചെയ്യുന്നത് നമ്മുടെ സ്വെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബാഡ് ഓർഡർ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മെയിനായിട്ട് നമ്മൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാക്സിമം രാവിലെയും രാത്രിയും മേല് കഴുകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇപ്പൊ നമ്മൾ രാവിലെ ഉറക്കൊഴിക്കുമ്പോഴത്തേനും നമ്മൾ ഈ രാത്രി മൊത്തവും ചിലപ്പം ഷീറ്റിലൊക്കെ മറിഞ്ഞും തിരിഞ്ഞൊക്കെ കിടക്കുന്നു, അങ്ങനെ ബോഡി സ്മെല്ല് വരാം. പിന്നെ നമ്മൾ രാത്രി ചിലപ്പോൾ കറണ്ട് പോയാൽ സ്വെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അല്ലാതെ തന്നെ രാത്രി കിടക്കുമ്പോൾ സ്വെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എത്ര തണുപ്പാണെങ്കിൽ സ്വെറ്റ് ചെയ്യണ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർ മാത്രമല്ല ആരായാലും നമ്മൾ മെയിൻ ആയിട്ട് രാവിലെ എണീറ്റ ഉടനെ നമ്മൾ ഫ്രഷ് ആവുന്ന ടൈമില് മേല് കഴുകാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് ഞാൻ ഫോളോ അപ്പ് ചെയ്തപ്പോ എനിക്ക് അപ്പൊ തന്നെ ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ് എന്റെ ബോഡിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഡെയിലി മേല് കഴുകാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ മേല് കഴുകുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ബോഡി പ്രോഡക്ട്സ്, അതായത് ബോഡി വാഷ്, ബോഡി സോപ്പ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ, ഇപ്പൊ അല്ലെങ്കിൽ നമ്മളെ ബോഡി സൺസ്ക്രീൻ, ഇങ്ങനത്തെ കാര്യം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിയോഡ്രൻസ്, ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കാനുള്ള കാര്യം, പലതും പല സ്മെല്ലാവരുത്. ഇപ്പൊ നമ്മൾ ബോഡി വാഷ് യൂസ് ചെയ്യുന്ന ചെറിയ ബ്ലോസത്തിന്റെ ആണെങ്കിൽ ഡിയോഡ്രന്റ് യൂസ് ചെയ്യുന്നത് ലൈമിന്റെ ആയിരിക്കും, ലെമണിന്റെ ആയിരിക്കും. നമ്മുടെ ബോഡി സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ എന്തുവാണ്,
ജാസ്മിന്റെ ആവാം, ജാസ്മിൻ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ജാസ്മിന്റെ ആവാം, ഇല്ലെങ്കിൽ ഇപ്പം പല പല സ്മെൽസിൽ അവൈലബിൾ ആണല്ലോ. അപ്പൊ എല്ലാം ഇങ്ങനെ ഒരുമാതിരി മിക്സ് ചെയ്ത് അവിയല് പരുവാക്കിയിട്ട് യൂസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഈവൻ നമ്മുടെ ബോഡി വാഷ് മുതൽ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി സോപ്പ് മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി സൺസ്ക്രീൻ വരെ നമ്മൾ ഒരു മാച്ചിലായിരിക്കണം. അതായത് എല്ലാം സ്മെല്ല് ഒരു ഏകദേശം ഒരു ബാലൻസിൽ പോകുന്ന ഒരു സ്മെല്ലിൽ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞു ഒരു അവിയൽ പരുവായിട്ട് ഒരുമാതിരി, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഉക്കിയ സ്മെല്ല് എന്നൊക്കെ പറയും. അങ്ങനത്തെ ഉക്കിയ സ്മെല്ല് വരാനുള്ള ഇതൊക്കെ അവോയ്ഡ് ആവും. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന ബോഡി പ്രോഡക്ട്സ് എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് ബോഡി സ്ക്രബ് ചൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ബോഡി വാഷ് ചൂസ് ചെയ്യുമ്പോഴും നമ്മളിപ്പോ ഷേവിങ് ക്രീമൊക്കെ യൂസ് ചെയ്തില്ല, അതിൽ പോലും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. സോ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് വലിയൊരു പാർട്ട് വഹിക്കുന്നുണ്ട്. സോ അത് നമ്മൾ ബുദ്ധിപൂർവ്വം തെരഞ്ഞെടുക്കുക. അപ്പോ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ ഡെയിലി ഷവർ ചെയ്യുക, നമ്മൾ ചൂസ് ചെയ്യുന്ന ബോഡി പ്രോഡക്ട്സ് ചൂസ് ചെയ്ത് നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബിക്കിനി ഏരിയാസ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഷേവ് ചെയ്യും. പല ആൾക്കാരും ക്ലീൻ ഷേവ് ചെയ്യാനായിട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാല് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ക്ലീൻ ആയി, അവർ വൃത്തിയായിരിക്കുന്നു എന്നാണ് അവരുടെ ഒരു അവര് വിചാരിച്ചു വെച്ചേക്കുന്ന കാര്യം. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ബോഡിയിലുള്ള ഓരോ രോമത്തിന് പോലെ ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഓരോ കർത്തവ്യങ്ങളും ഉണ്ട്. സോ ഈ ഒരു നമ്മുടെ അണ്ടർ ആംസിലെയും അല്ലെങ്കിൽ ബിഗ്നി ഏരിയാസിലൊക്കെ ഹെയർസിനും അതിൻ്റെതായിട്ടുള്ള ജോലിയും കാര്യങ്ങളും ഉണ്ട്. ഈ ഹെയർ നമ്മുടെ അണ്ടർ ആംസിലൊക്കെ ഉള്ളത് നമ്മുടെ ഈ ഓവറായിട്ടുള്ള സ്വെറ്റിംഗ് റെഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ തടയാനും, ഈ ബോഡി ഓർഡറൊക്കെ വരുന്നത് അല്ലെങ്കിൽ ബാഡ് ഓർഡറൊക്കെ വരുന്നത് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഹെയർ എന്ന് പറയുന്നത്. ഇപ്പോ പല ആൾക്കാരും ഈ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും അവർ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. സ്ലീവ്ലെസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒഴിവാക്കുന്നവരുണ്ട്, അതായത് ഹെയർ വെച്ചിട്ട് തന്നെ സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവരുണ്ട്. അല്ലാതെ അങ്ങനെ ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇങ്ങനെ സ്ലീവ്ലെസ് ഇടുന്ന ടൈമിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ ക്ലീൻ ഷേവ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ട്രിം ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. അത് ഞാൻ പറയുന്നത് ഹെയർ വെച്ച് കാട് പോലെ വളർത്തി അങ്ങനെ പറയുന്നതല്ല, ജസ്റ്റ് ട്രിം ചെയ്ത് വെക്കുക. നമുക്ക് അവിടെ കുറച്ച് ഹെയർ ഉള്ളത് നമ്മുടെ ഈ ഹെയർ നമ്മുടെ ബോഡി ഓർഡർ റെഡ്യൂസ് ചെയ്യാനും എക്സസീവായിട്ട് ഇങ്ങനെ ഒലിച്ചു വരുന്ന സ്വെറ്റ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ എപ്പോഴും ബിക്കിനി ഏരിയാസിൽ ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ പുറത്ത് അധികം സ്ലീവ്ലെസ് ഒന്നും ഇടാത്ത ആൾക്കാരും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ട്രിം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതാണ് നമ്മുടെ സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത്. സെക്കൻഡല്ല തേർഡ് ആക്ച്വലി. അപ്പോ ഇനിയാണ് നമ്മുടെ ഫോർത്ത് കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മളെല്ലാവരും ഡിയോഡറൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഡിയോഡറൻസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്വെറ്റ് കൊണ്ട് ഉണ്ടായിട്ട്, അതായത് സ്വെറ്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സ്മെല്ല് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ ഡിയോഡറൻസ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഡിയോഡറൻസിനെ കാട്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആന്റി പെർസ്പിറന്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെയിൻ ഫാക്ടർ ഉണ്ട്. ഈ ആന്റി പെർസ്പിറന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്വെറ്റ് ഉണ്ടായി വരുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പെർസ്പിറന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആന്റി പെർസ്പിറന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് അലുമിനിയം ബേസ്ഡ് കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ ഇത് നമ്മുടെ സ്കിന്നിൽ, അതായത് നമ്മുടെ സ്വെറ്റിംഗ് ഉണ്ടാവുന്ന പോഴ്സിനെ ഒന്ന് ടെമ്പറലി ബ്ലോക്ക് ചെയ്യാനും അതുകൊണ്ടുണ്ടാവുന്ന സ്വെറ്റ് പ്രൊഡക്ഷൻ ഒന്ന് കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ് ആന്റി പെർസ്പിറന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഇപ്പൊ നെറ്റിലോ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇനി ആന്റി പെർസ്പിറന്റ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലാതെ ഇത് കുറച്ചുകൂടെ നമ്മൾ ഡിയോഡറൻസ് മേടിക്കും പോലെ അല്ല. ആന്റി പെർസ്പിറന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ സ്വെറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നില്ല. അപ്പം അറിവില്ലാതെ, ഞാനത് ഏത് പ്രോഡക്റ്റ് ആണെന്നൊന്നും പറഞ്ഞു തരുന്നില്ല. അപ്പം കാരണം നമ്മൾ അറിവില്ലാതെ അത് പറഞ്ഞു തന്നാല് നമ്മളത് യൂസ് ചെയ്തിട്ട് ഇച്ചിനെസ്സും റാഷ്നെസ്സും റെഡ്നെസ്സും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ആന്റി പെർസ്പിറൻസ് യൂസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു ആന്റി പെർസ്പിറന്റ് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് എക്സസീവായിട്ട് ജസ്റ്റ് ഒരു ചെറിയ ടെൻഷനൊക്കെ വന്നാൽ തന്നെ ഭയങ്കരമായിട്ട് വിയർത്ത് കുളിച്ച് അങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ.
അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഈ ആന്റി പെർസ്പിറൻസ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഡിയോഡറൻസ് യൂസ് ചെയ്യാം. ഡിയോഡറൻസ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡി വാഷ് ഏതാണോ, ബോഡി ലോഷൻ ഏതാണോ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി സൺസ്ക്രീനിന്റെ സ്മെൽ ഏതാണോ അതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന രീതിക്ക് ഡിയോഡറൻസും പിന്നെ അതിന്റെ കണ്ടൻസും ഒക്കെ നോക്കി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്താലും മതി. സോ അതാണ് നമ്മുടെ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഈ അടുത്ത 5ാമത്തെ കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു മെയിൻ കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ്, നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനും പറ്റിയ ഓരോരോ ക്ലോത്ത്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ ഒരു ക്ലോത്ത് യൂസ് ചെയ്യും, അതായത് പൈജാമാസ് അങ്ങനത്തെ പോലത്തെ. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ യോഗ പാൻസ്, അല്ലെങ്കിൽ ഇപ്പൊ യോഗയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ യോഗ പാൻസ്, അല്ലെങ്കിൽ ജിം പാന്റ്, ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഓരോരോ ഡ്രസ്സ് ഉണ്ട്. അതുപോലെ നമ്മൾ വീട്ടിൽ കാഷ്വൽ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനൊരു ഡ്രസ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ പുറത്ത് പോവുകയാണെങ്കിൽ അതിനൊരു ഡ്രസ്സ് ഉണ്ട്. അപ്പൊ ഓരോ ആക്ടിവിറ്റീസ് നമ്മളെ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്യണം. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ കുറച്ചുകൂടെ വലിയ അല്ലെങ്കിൽ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേനും ഈ സ്വെറ്റ് അവിടെ വന്ന് സ്വെറ്റ് എന്താണ്, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന എന്തിനാണ്, സ്വെറ്റ് ചെയ്ത് നമ്മളെ കാലറീസും കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ കുറച്ചുകൂടെ ബ്രീത്തബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോ ഏത് ഡ്രസ്സ് ആണെങ്കിലും കുറച്ച് ബ്രീത്തബിൾ ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ കാഷ്വൽ ആയിട്ട് ചുമ്മാ ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കോട്ടനോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള തുണികളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പം ഈ കുറച്ചുകൂടെ എയർ കടക്കാനും, അപ്പോൾ അതുകൊണ്ടിങ്ങനെ വരുന്ന സ്വെറ്റ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ക്ലോത്ത്സ് എന്ന് പറയുന്നത്. സോ നമ്മളെപ്പോഴും ക്ലോത്ത്സ് യൂസ് ചെയ്യുമ്പോഴും കുറച്ചുകൂടെ ബ്രീത്തബിൾ ആയിട്ടുള്ള ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പലവരും തലേ ദിവസം രാത്രി ഇടുന്ന ഡ്രസ്സ്, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ അങ്ങനെ ആയിരുന്നു, രാത്രി ഇടുന്ന ഡ്രസ്സായിരിക്കും പിറ്റേ ദിവസം രാത്രി അല്ലെങ്കിൽ രാത്രി മേല് കഴുകുന്നത് വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യരുത്, ദയവ് ചെയ്ത് ചെയ്യരുത്. കാരണം നമ്മൾ രാത്രി ഇട്ടുകൊണ്ട് കിടക്കുന്ന ഡ്രസ്സ് പിറ്റേന്ന് രാവിലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആവുമ്പോഴത്തേനും അത് ചേഞ്ച് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മളെ ബിക്കിനീസ്, അതായത് നമ്മള് ഇന്നർവെയേഴ്സും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് നമ്മളത് ചേഞ്ച് ചെയ്തിരിക്കണം. മസ്റ്റായിട്ടും ചേഞ്ച് ചെയ്തിരിക്കണം. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരമാണ് നമ്മുടെ ഡ്രസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ഈ ഒരു സ്വെറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ സ്വെറ്റ് ബാഡ് ഓർഡർ ഉണ്ടാവാനായിട്ട് നമ്മൾ എന്തോരമാണ് റീസൺ എന്ന് മനസ്സിലാവും. അത് ചേഞ്ച് ചെയ്തതിൽ കൂടെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് നമുക്കത് മനസ്സിലാവും. സോ നമ്മൾ വേ ഓഫ് നമ്മുടെ ഒരു ക്ലോത്തിങ് സ്റ്റൈല് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ക്ലോത്ത് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ചെറിയ രീതിയിൽ എക്സസൈസും കാര്യങ്ങളും ചെയ്യാം. അതിപ്പോ ഏത് പ്രായത്തിലുള്ള ആൾക്കാരായാലും, ഈവൻ ഇപ്പൊ നമ്മൾ കുഞ്ഞു കുട്ടികൾ മുതലായാലും ഇനിയിപ്പോ എത്ര വയസ്സായ ആൾക്കാരായാലും ചെറിയ രീതിക്ക് പറ്റുന്ന പണി, അതായത് നമ്മൾ ഇപ്പൊ എല്ലാവർക്കും ജിമ്മിൽ പോകാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും നടക്കാൻ പോകാൻ പറ്റണമെന്നില്ല. പക്ഷെ എല്ലാവർക്കും ഇതേപോലെ അതിനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ഇതൊന്നും ഇല്ല, നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും വീട്ടിൽ തന്നെ. യൂട്യൂബ്സിൽ അവൈലബിൾ ആണ്. അതായത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റില്ല, ഹോം എക്സസൈസും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അതൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെറുതായിട്ട് എങ്കിലും എക്സസൈസും കാര്യങ്ങളും ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡി ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാനും, നമുക്ക് ഈ എക്സസീവ് ആയിട്ട് വരുന്ന സ്വെറ്റ് കൺട്രോൾ ചെയ്യാനും, ബോഡി ഓർഡർ കൺട്രോൾ ചെയ്യാനും, നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനും അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഓർഡർ ഓവറായിട്ട് സ്വെറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. നമ്മളെ ബോഡി ഓർഡറും പിന്നെ സ്വെറ്റും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ. സോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ ചെറിയ രീതിയിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു റൂമിലായാലും മതി, നമുക്ക് ജസ്റ്റ് കുറച്ച് ചെറുതായിട്ട് പുഷപ്പ് ചെയ്യോ, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാന്നുള്ള ആൾക്കാരുണ്ട്. അതെന്റെ മേഖലയല്ല. അപ്പൊ ഞാൻ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ ഒരു ആപ്പ് ഉണ്ട്, നമ്മുടെ ഹോം എക്സസൈസ് എന്ന് പറയുന്ന ഒരു ആപ്പ്, പേര് മറന്നുപോയി. അപ്പൊ അതിൽ നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യാറുണ്ട്. പിന്നെ കോളേജിൽ ജിമ്മുണ്ട്, അപ്പം കോളേജിൽ പോകുമ്പോൾ അവിടെ ജസ്റ്റ് ഈവനിങ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ പോവാറില്ല, നേരത്തെ പോകുമായിരുന്നു.
അപ്പം അങ്ങനെ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പം അതുപോലെ നമ്മള് പിന്നെ ഞാൻ ഇപ്പൊ വീട്ടിലാണ് മാക്സിമം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വർക്കൗട്ടായിട്ടുള്ള ചെറിയ രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ അത് എന്റെ ബോഡിയിൽ നല്ലൊരു, അതായത് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനും നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പാതി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അപ്പൊ തന്നെ ഈ സ്വെറ്റിംഗ്, ബാഡ് ഓർഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി കിട്ടും. സോ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ചേഞ്ച് യുവർ ഡയറ്റ്. മെയിൻ ആയിട്ട് നമ്മളെ ഈ ഒരു ബോഡി ഓർഡർ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഫുഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലായിട്ട് സൾഫർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിക്ക് ബോഡി ഓർഡർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സൾഫർ കണ്ടന്റ് അടങ്ങിയ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒണിയൻ, ഗാർലിക്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ നല്ലതാണ്. പക്ഷെ നമ്മളെ ബോഡി ഓർഡർ കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് നമ്മളെ ബോഡിയിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മള് ഇപ്പൊ ഒത്തിരി നമ്മൾ ഉള്ളിയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വായിൽ ഒരു സ്മെല്ല് വരത്തില്ലേ? ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. അതുപോലെ നമ്മള് നമ്മുടെ ബോഡി സ്വെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റ് ആ ഒരു സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന ഡിയോഡ്രന്റും ഒക്കെ മിക്സ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി വാഷിന്റെ സ്മെല്ല്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഒരു സ്മെല്ലൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് ഒരു വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു ബാഡ് ഓർഡർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മള് ഇതുപോലെ സൾഫർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഒഴിവാക്കാൻ പറയുന്നില്ല, കുറയ്ക്കുക. നമ്മള് ഇപ്പൊ ഒത്തിരി ഗാർലിക് ഒക്കെ കഴിക്കാതെ ആവശ്യത്തിന് മാത്രം കഴിക്കുക. അങ്ങനെയുള്ള നമ്മൾ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്ത് വെക്കാം. നമ്മൾ ഇപ്പൊ ഡയറ്റ് പ്ലാൻ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാരും പറയും ഞങ്ങൾ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, നമുക്ക് അങ്ങനെ ഡയറ്റ് ഒന്നും നോക്കാനായിട്ട് പറ്റത്തില്ല. എന്റെ വീട്ടിലും ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി തന്നെയാണ്. എന്റെ വീട്ടിലുള്ള ഫുഡ് ഞാൻ വലിച്ചു വാരി കഴിക്കാതെ ഇപ്പൊ ഞാൻ കൺട്രോൾ ചെയ്യുന്നത് രാവിലെ കുറച്ച് കഴിക്കും, ഉച്ചയ്ക്ക് കുറച്ച് കഴിക്കും. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് വിശന്ന വളരെ കുറച്ച്. ഇപ്പൊ ഞാൻ എന്റെ ഫുഡ് കാണുമ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വലിച്ചു വരുത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ ഇപ്പൊ 2023 ആയിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി ഫാസ്റ്റ് ഫുഡ് അഡിക്റ്റ് ആയിരുന്നു. ഒരുപാട് ആഹാരം, അതായത് ഫുഡ് ചുമ്മാ കഴിക്കുമായിരുന്നു. നിങ്ങൾക്ക് തന്നെ ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അറിയായിരിക്കും. ഒത്തിരി ഫാസ്റ്റ് ഫുഡായിരുന്നു കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് തന്നെ എടുത്ത ഒരു കാര്യമായിരുന്നു ഫുഡ് കൺട്രോൾ ചെയ്യുന്നത്. കാരണം എനിക്ക് ഫാറ്റ് കൂടുതലായി വന്നു. അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് അതിന്റേതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഫുഡ് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും നടക്കത്തില്ല. നമ്മളെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ പറയില്ലേ. സോ മെയിൻ ആയിട്ട് നമ്മൾ ഫുഡ് അധികം ആവാതിരിക്കുക. ഒന്നും ഇപ്പൊ നമ്മളിപ്പോ 4 തവി ചോറെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ആദ്യം 2 തവി എടുക്കുക. ഒറ്റയടിക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല, പക്ഷെ നമ്മളെ കൊണ്ടത് പറ്റും. എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് നമ്മളെ കൊണ്ടത് പറ്റും. സോ നമുക്ക് 2 തവി ചോറാണ് എടുക്കാൻ പറ്റുന്നതെങ്കിൽ നമ്മൾ 1 തവി എടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ചൂ ചെയ്ത് കഴിക്കുക. അതായത് നമ്മൾ നല്ലപോലെ ചവച്ചരച്ചൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ദഹിക്കാനും എളുപ്പമാണ്. അതുപോലെ നമ്മുടെ ഒത്തിരി ഇങ്ങനെ വലിച്ചു വാരി കഴിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഒഴിവായി കിട്ടും. അപ്പോ കൂടുതലും നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ തന്നെ അറിയായിരിക്കും, ഇല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ന്യൂട്രീഷനെ കാണുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഫുഡ് വെച്ചിട്ട് ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുക. ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾക്കറിയാലോ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഫുഡാണ് ഉള്ളതെന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തന്നെ സ്വയം ഒരു ഡയറ്റ് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ തലേ ദിവസമേ വീട്ടിൽ പോയി ചോദിക്കുക. ഇപ്പൊ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയായിരിക്കും, ഇല്ലാത്തുള്ള ആൾക്കാരാണെങ്കിൽ അമ്മ ചോദിക്കുക അമ്മ നാളെ എന്താ ഫുഡ്, അങ്ങനെ ചോദിക്കുക. എന്നിട്ട് അത് നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക, നാളെ നമ്മുടെ വീട്ടിൽ ഈ ഒരു ഫുഡാണ് ഉള്ളത്, അതുകൊണ്ട് നമ്മൾ ഇതൊക്കെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്ര സമയത്തിനുള്ളിൽ ഇത് ഞാൻ കഴിക്കണം, ഇത്ര സമയത്തിനുള്ളിൽ അത് ഞാൻ കഴിക്കണം, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്ത്. ഇങ്ങനെ ഒരു ഡയറ്റ് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചാല് നമുക്ക് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഡയറ്റ് നമുക്ക് ഒരു ഫാസ്റ്റ് ഫുഡ് എന്നുള്ളൊരു ക്രേവിംഗ് വരും. നമ്മുടെ മൈൻഡ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കും, നാളെ ഈ കുട്ടി ഇന്ന ഫുഡൊക്കെയാണ് കഴിക്കാൻ പോകുന്നത്, അതുകൊണ്ട് അവർക്ക് വേറെ ക്രേവിങ്സും കാര്യങ്ങളൊക്കെ പരിധി വഴി ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇതേ കഴിക്കുള്ളൂ എന്നൊരു തീരുമാനം വരുമ്പോഴത്തേക്കും നമുക്ക് ഫാസ്റ്റ് ഫുഡിലോട്ട് പോകുന്നത് ഒഴിവാവും. അപ്പൊ നമ്മുടെ ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് വരാനൊക്കെ ശ്രദ്ധിക്കും. സോ നമ്മൾ കൂടുതലായിട്ട് സൾഫർ കണ്ടന്റ് ഉള്ള ഫുഡ് ഒഴിവാക്കുക എന്നല്ല, കുറയ്ക്കുക. ഫാസ്റ്റ് ഫുഡും ഒഴിവാക്കാനല്ല പറയുന്നത്, കുറയ്ക്കുക.
നമ്മൾ ഒത്തിരിയൊക്കെ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ വീക്ക്ലി വൺസ് ആക്കുക. വീക്ക്ലി വൺസ് ഒരു ചീറ്റ് ഡേ ഒക്കെ ആക്കിയിട്ട് അങ്ങനെ അപ്പൊ കഴിക്കാതെ ഒത്തിരിയൊക്കെ കഴിക്കാതെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ശരീരമാണ്, അപ്പം നമ്മൾ എന്തുവാണ്, നമ്മുടെ ഹെൽത്ത് ആണ്. അപ്പൊ അത് നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. ഇപ്പോഴേ ചെയ്തു പോയാൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്താല് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് പറ്റിയിട്ടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ഫുഡ് ഒന്ന് ഡയറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫുഡ് പ്ലാൻ ഉണ്ടാക്കി വെക്കുക. നമ്മൾ ഡയറ്റ് ചെയ്യുക, നല്ല രീതിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഡയറ്റ് ചെയ്യുക. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലും നിങ്ങൾ മസ്റ്റായിട്ട് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത, ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, വെള്ളം കുടിക്കുക. നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുക. നമുക്ക് ഒരു മിനിമം നമ്മൾ 3 ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം കുടിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഒറ്റയടിക്ക് 3 ലിറ്റർ ഒന്നും കുടിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു റീലിൽ കണ്ടതാണ്, എനിക്ക് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയത്തില്ല. അതായത് നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ചാണ് നമ്മൾ വെള്ളം കുടിക്കാനെന്ന് ഒരു റീൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ബോഡി വെയിറ്റ് എത്രയാണ്, അതിന് വേണ്ടി എത്ര വെള്ളം കുടിക്കണം, അത് പ്ലാൻ ചെയ്തിട്ട് മിനിമം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഒരു ദിവസം കുടിച്ചിരിക്കണം. നമ്മൾ ഒരുമിച്ചെടുത്ത് കുടിക്കരുത്. ഞാൻ ഒരു ആള് വീഡിയോ എടുക്കുന്ന കണ്ടതാണ്, ഒറ്റ നിപ്പിന് ഒരു ബോട്ടിൽ വെള്ളമൊക്കെ അങ്ങ് കുടിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. അത് നമ്മുടെ ബോഡിക്ക് ദോഷമായിട്ടേ വരത്തുള്ളൂ. നമ്മൾ ആവശ്യത്തിന്, അതായത് നമ്മൾ ദാഹിക്കുമ്പോൾ കുറച്ച് കുടിക്കുക. നമ്മൾ ഓരോ ടൈം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കൂടുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കുടിക്കുക. അതുപോലെ നമ്മൾ കറക്റ്റായിട്ട് യൂറിൻ പാസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ബോഡി ഓർഡർ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ബോഡി ഡയറ്റ്, അതായത് നമ്മുടെ ബോഡി ഒന്ന് ഹെൽത്തി ആയിട്ട് വെക്കാനും നമ്മുടെ സ്വെറ്റിങ് കൺട്രോൾ ചെയ്യാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും. അതുപോലെ വെള്ളം കുടിക്കുന്നതിന് പല ഉപയോഗങ്ങളുണ്ട്. സ്കിന്ന് സെറ്റ് ആവാനും സ്കിൻ ഗ്ലോ ആവാനും നമ്മുടെ ഹെൽത്ത് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ഹെൽത്ത് നല്ല രീതിക്ക് നോക്കാനും ഒക്കെ ആയിട്ട് പല രീതിക്ക് നമ്മുടെ വെള്ളം കുടിക്കുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് മൂക്കിൽ പിടിക്കുന്നത് നിങ്ങളൊന്ന് വിചാരിക്കുക. എനിക്ക് ഈ മൂക്ക് ഇടയ്ക്കിടയ്ക്ക് ചില സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിയും. അത് എന്തുകൊണ്ടാണോ അറിയത്തില്ല, എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ് കേട്ടോ. പുറത്ത് മാത്രം, അകത്തല്ല, പുറത്ത്. സോ മെയിൻ ആയിട്ട് അപ്പോ നമ്മൾ വെള്ളം കുടിക്കുന്നതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അതുപോലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മെയിൻ ആയിട്ട് വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാല് ഫെബ്രുവരി മുതൽ തുടങ്ങിയ ചൂടാണ്, അടിപൊളി ചൂടാണ്. എന്ന് വെച്ചാൽ വീട്ടിന്റെ അകത്ത് പോലും ഇരിക്കാൻ വയ്യ, ഇറങ്ങി എങ്ങോട്ടെങ്കിലും ഓടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ചൂടാണ്. അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം. അതിൽ നിങ്ങൾ ഒരു വിട്ടുവീഴ്ച വരുത്തരുത്. വെള്ളം കുടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ 50% പ്രശ്നങ്ങളും തീരും. അപ്പോൾ ബാക്കി ഈ കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നിങ്ങളുടെ ഒരു ബാഡ് ഓർഡർ അല്ലെങ്കിൽ ബോഡി ഓർഡർ ഒക്കെ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ബോഡി ഓർഡർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്നിട്ടും എക്സസീവ് ആയിട്ട് സ്വെറ്റിംഗ് ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ പോയി ഒരു ഡെർമറ്റോളജിസ്റ്റ്, ഒരു ഡോക്ടറിനെ കാണിക്കേണ്ടത് മസ്റ്റാണ്. കാരണം ചിലപ്പോൾ അത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ കൊണ്ടുവരുന്നതാവാം. അപ്പം നമ്മൾ എത്രയും നേരത്തെ നമ്മൾ കൊണ്ടുപോയി കാണിച്ചാൽ അത്രയും നേരം നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. അപ്പം മെയിൻ ആയിട്ട് ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളുള്ളൂ. ഒരു ഒത്തിരി കോംപ്ലിക്കേഷൻ ആയിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് മാക്സിമം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വെജൈനൽ ഓർഡർ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളും പിന്നെ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഈ മുകളിലോട്ടുള്ള, അതായത് നമ്മളെ ഈ അണ്ടർ ആംസിലുള്ള സ്വെറ്റിങ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന സ്വെറ്റിങ് അങ്ങനെയല്ല നമ്മുടെ വെജൈനൽ പാർട്ടിലോട്ട് പോകുന്ന ടൈമിൽ അവിടെ നമ്മൾ വേറെ തന്നെ രീതിയിലാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വെജൈനൽ ഒരു സ്മെല്ലി, ഒരു ഫിഷി സ്മെല്ലൊക്കെ ഉള്ളത് നമുക്ക് മാറിക്കിട്ടും. പക്ഷെ എക്സ്ട്രാ 2-3 പോയിന്റ് ഉണ്ട്. ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലോങ് ആയിപ്പോയി വീഡിയോ. സോ ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. മെയിൻ ആയിട്ട് നമ്മുടെ ബോഡി ഓർഡറിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് എല്ലാവർക്കും ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ മസ്റ്റായിട്ട് ഒരു ലൈക്ക് തരിക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോസ് ആണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ ഫീഡ്ബാക്ക് എന്തുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയുക.
അപ്പൊ എന്തെങ്കിലും റിക്വസ്റ്റ് വീഡിയോ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതും പറയാ. അപ്പൊ അത്രേ ഉള്ളൂ മെയിൻ ആയിട്ട് കാര്യങ്ങളൊക്കെ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.